ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നപടി കുറച്ച് ചായ കുടിച്ചതിന് ശേഷം അടുത്ത പണികൾ തുടങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ പിന്നെ അതിലേക്കായിട്ട് ഞാൻ കുറച്ച് വെള്ളവും തേയിലപ്പൊടിയും കൂടി എടുത്ത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരു സൈഡിലേക്കായിട്ട് ഞാൻ ഇന്ന് ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഉള്ളത് വഴറ്റി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും സവോളയും ഇഞ്ചിയും നട്ട്സും ഒക്കെ കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ചായപ്പൊടി ഉം, പാലും കൂടെ ഒന്നിച്ചായിരിക്കും കേട്ടോ മിക്സ് ചെയ്തായിരിക്കും തിളയ്ക്കാൻ വേണ്ടി വെക്കുക. ചില ദിവസം വെള്ളവും തേയിലപ്പൊടിയും കൂടെ തിളച്ചതിന് ശേഷം അതിലേക്കായിരിക്കും കേട്ടോ പാൽ ഒഴിക്കുന്നത്. ഓരോ ദിവസവും എനിക്ക് എന്താണ് തോന്നുന്നത് രാവിലെ അതായിരിക്കും കേട്ടോ ഞാൻ ചെയ്യുക. അപ്പൊ പിന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഏലക്കയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചില ദിവസം ഞാൻ ഇഞ്ചി ചതച്ചിടും. അത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഞ്ചി ഇടുമ്പോൾ ജിഞ്ചർ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അങ്ങനെ ദേ അതിലേക്ക് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അവർ രണ്ടുപേരും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കും. ഉപ്പുമാവാകുമ്പോൾ വേഗം റെഡി ആവുമല്ലോ. ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് മതി. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ ഓൾറെഡി ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ കൂടി ഇടുമ്പോഴത്തേക്കും ഉപ്പുമാവിന് അടിപൊളി ടേസ്റ്റ് അല്ലേ. കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഈ ഉപ്പുമാവിന് തേങ്ങ ഇട്ടില്ലെന്നോർത്തോണ്ടും ഒരു കുഴപ്പമില്ല. പക്ഷെ ടേസ്റ്റ് കൂടുതൽ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ തേങ്ങയൊക്കെ ഇടുന്നത്. പിന്നെ അങ്ങനെ റവയൊക്കെ ഞാൻ ഇടുന്നുണ്ട്. റവയൊക്കെ ഓൾറെഡി നമുക്ക് വറുത്ത റവകൾ വരുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. നേരത്തെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തിട്ടൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ റവയിട്ട് ഓൾറെഡി ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇത് സായിക്കുട്ടന് ഉപ്പുമാവിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ അവൻ എന്തേലും ഞാൻ സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ അവൻ കഴിക്കും, ചിലപ്പോൾ ഇത് കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ അവൻ എന്തേലും വേറെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്കും അജേഷിനും മാത്രം. പണ്ട് ഇത് വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊന്നും എനിക്കിതിനോട് ഒട്ടും താല്പര്യം അല്ലായിരുന്നു കേട്ടോ. കാരണം അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നപ്പോൾ ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്ന സാധനമല്ല ഉപ്പുമാവ്. ഇപ്പം എനിക്കെന്താണ് ഇഷ്ടമാണ്. കാരണം വേറെ ഒന്നുമല്ല, അജേഷിന് ഇത് ഒത്തിരി ഇഷ്ടമായിരുന്നപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്കും ഇപ്പോൾ ഇത് ഇഷ്ടമാണ് കേട്ടോ. അജേഷിന് ഇതിപ്പോൾ ഡെയിലി ഇത് ഉണ്ടാക്കി കൊടുത്താലും അജേഷേട്ടൻ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടികൾ കുറച്ചുണ്ട്. ഞാൻ അത് പറയാം നിങ്ങളോട്. അപ്പോൾ ഇത് കുറച്ച് നെയ്യും കൂടി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു ഇതിലേക്ക്. അപ്പോൾ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് നെയ്യിൽ ഈ റവ വറുത്തിട്ടുണ്ടാക്കി ഇതിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. വേറൊന്നുമല്ല, കുറച്ച് ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്തേക്കാം. ഓയിലും നെയ്യും ഒക്കെ ഒന്ന് കുറച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ, വേറൊന്നും ആയിട്ടല്ല. ടേസ്റ്റ് എല്ലാം ഒത്തിരി നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡയറ്റിങ് എല്ലാം മറന്നും പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് അജേഷേട്ടന് കൊടുത്തേക്കാം. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുടിച്ചോട്ടെ. ഞാനിത് ചായയൊക്കെ ഒത്തിരി കുറച്ചിട്ടോ. കാരണം എനിക്ക് പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കാൻ വയ്യ. അതൊരു ശീലമായി പോയി. എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ തലേദിവസം സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് രാത്രിക്കായതുകൊണ്ട് അവിടെ അങ്ങനെ വെച്ച് തന്നെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അവർ ചോടോടെ പറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ വലിയ കൊമ്പുകളാണ് കേട്ടോ അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ ഞാൻ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം തോർന്ന് കഴിയുമ്പോഴാണ് കേട്ടോ എടുത്ത് വെക്കുക. ഒരു ബോക്സിലേക്ക് ഇട്ട് ഞാൻ വെക്കും. അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ എനിക്ക് കുറേ ദിവസത്തേക്ക് ഇരിക്കും കേട്ടോ. കാരണം അത് ചീത്തയായി പോകത്തൊന്നുമില്ല. പിന്നെ ഇത് മാത്രമല്ല, ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചില്ലെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് ചെളി ഉണ്ടാവും കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ കറി ഉണ്ടാക്കാൻ നേരത്ത് എടുത്ത് കഴുകി അങ്ങനെ അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഉണങ്ങിയൊക്കെ പോകും കേട്ടോ. പിന്നെ നോക്കിക്കേ, ഈ വെള്ളത്തിലേക്ക് നോക്കിക്കേ എന്ത് ചെളിയുണ്ടെന്ന് നോക്കിയേ. നമ്മൾ നോക്കുമ്പോൾ ഇലയിലൊന്നും ഉണ്ടാവില്ല ചെളി. പക്ഷെ വെള്ളത്തിൽ ഇട്ട് കഴുകിയിട്ട് എടുത്ത് നോക്കിക്കേ. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അന്നേരം നോക്കിക്കേ, വെള്ളത്തിൻ്റെ കളർ ചേഞ്ചസ് കണ്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് ഒരു വാക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിന്. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിനകത്ത് അജേഷന് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടത് ഒരു ഡിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ റെസിപ്പി എന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് പറയാമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഞാനത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ആയിരിക്കും. ഇൻ കേസ് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവർക്കും പ്രയോജനപ്പെട്ടോട്ടെ കേട്ടോ. അങ്ങനെ അതിലേക്കായിട്ട് ഞാൻ ക്യാരറ്റും പിന്നെ എടുത്തേക്കുന്നത് ബ്രൊക്കോളി, സവോള, ക്യാബേജ്, ക്യാപ്സിക്കം.
പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസുകൾ, പിന്നെ ഒരു 2 പുഴുങ്ങിയ മുട്ടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഉള്ളുവെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ദേ കുറച്ചൊരു ഓയിൽ ഇട്ടിട്ട് അതിലേക്ക് ഫസ്റ്റ് ഞാൻ ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഇല്ലെങ്കിൽ ഇത് ബട്ടർ ഇട്ടാലും മതി. ഏതാണെങ്കിലും കുറച്ചിട്ടാൽ മതി. കാരണം നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നൈറ്റിൽ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നല്ല ഹെൽത്തിയാണ്. പിന്നെ അധികം നമ്മൾ ഇതിനകത്ത് ഓയിലോ അല്ലെങ്കിൽ മസാലകളോ അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ട് ഒന്നുമല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ അതിലേക്ക് ഞാൻ ബാക്കി ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒത്തിരി വേവേണ്ട ആവശ്യമില്ല കേട്ടോ. കുറേശ്ശെ വെന്താൽ മതി. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ ഈ ബ്രൊക്കോളിയിൽ ഈ മുട്ട പിടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ കേട്ടോ. അത് മുട്ടയുടെ എണ്ണ ഉള്ളതനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് ജസ്റ്റ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 2, 3 സ്പൂണ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ പാത്രത്തിലേക്ക് അതിലേക്ക് വെള്ളം അടിയിലൊന്നും എത്താൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതനുസരിച്ചേ വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂടി വെക്കുക. അപ്പോൾ ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം പെട്ടെന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം വേഗം വെന്ത് വരുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇത് നോക്കിക്കേ, കണ്ടോ വേഗം വെന്ത് വരും. ഈ ബ്രൊക്കോളി ആണേലും ക്യാപ്സിക്കം ഒക്കെ ആണേലും ജസ്റ്റ് വാടി വന്നാൽ മതി കേട്ടോ. കാരണം നമ്മളൊരു ഹെൽത്തി ഫുഡല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒത്തിരി വെന്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലേക്കായിട്ട് മുട്ട ഇടുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള ചിക്കനും എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കനൊക്കെ ഡെയിലി എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണണമെന്നില്ല. ഉണ്ടെങ്കിൽ മാത്രം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. എന്നിട്ട് ദേ അത് ചൂടോടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒത്തിരി എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി കൂടുതലിടാം. ഉപ്പാണെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു മസാലകളും ചേർത്തിട്ടില്ല കേട്ടോ. ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ചിലവർക്കൊക്കെ മസാലയൊന്നും ഇല്ലാതെ ഇതൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടായെന്ന് വരത്തില്ല കേട്ടോ. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ അങ്ങനത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഞാൻ പയറുതോരനും തക്കാളിക്കറിയും മീൻ വറുത്തതും പപ്പടവും എല്ലാം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. സീ യു.